2024 നടന്ന പൊതുപരീക്ഷയിലെ 5ാം ക്ലാസ്സിലെ തജ്വീദ്, ലിസാനുൽ ഖുർആൻ എന്നിവയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യപേപ്പറിലെ ആദ്യത്തെ ഭാഗം നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർത്ത് എഴുതാം എന്നതാണ്. ചോദ്യം 1, ബ്രാക്കറ്റിൽ നമുക്ക് കാണാം ഹംസത്തുൽ വസ്ല്, തഖ്നുതു, ഖുർആൻ, ഹംസത്തുൽ ഖത്അ്, യഖ്റഉ. ചോദ്യം 1, എല്ലാ ദിവസവും നാം ഓതണം. ഉത്തരം ഖുർആൻ. ചോദ്യം 2, കാനത്തിൽ ഉമ്മു തഖ്നുതു. ചോദ്യം 3, വഖ്ശൗനി എന്നതിലെ ഹംസത്തുൽ വസ്ൽ. ചോദ്യം 4, ഇന്ന റബ്ബി യഖ്റഉ. ചോദ്യം 5, ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസത്തുൽ ഖത്അ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നളഉ അലാമത്ത സ്വഹീഹൻ അലൽ മുനാസിബി, ശരിയായതിന് ശരിയെന്ന് അടയാളപ്പെടുത്തുക. ഓരോ ചോദ്യത്തിനും ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏതാണോ ശരി അതിന് ശരിയെന്ന് അടയാളപ്പെടുത്തണം. ചോദ്യം 1, ജുനൈദുൻ വനബീലുൻ ഖറജ. ചോദ്യം 2, വഖഫ് ലാസിമിൻ്റെ അടയാളം മീം. ചോദ്യം 3, ജുമാനത്തുൻ വലബീബത്തുൻ ഖറഅത. ചോദ്യം 4, ലമ്മിനെ സൂചിപ്പിച്ചു ചുണ്ട് കൂട്ടൽ ഇഷ്മാം. ചോദ്യം 5, യാ അയ്യുഹൽ ബനാതു ഹൽ സ്വല്ലൈതുന്ന. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നക്തുബുൽ മുസന്ന വൽ ജംഅ വൽ മുഫ്രദ അൽ മുതകല്ലിം. നമുക്കിവിടെ തസ്നിയ ഇല്ലാത്ത സ്ഥലത്ത് തസ്നിയയെയും ജംഅ ഇല്ലാത്ത സ്ഥലത്ത് ജംഇനെയും മുഫ്രദ് ഇല്ലാത്ത സ്ഥലത്ത് മുഫ്രദിനെയും നമുക്ക് എഴുതാം. നമുക്ക് നോക്കാം. ദഹബ, ദഹബ, ദഹബു, ദഹബുതു. ഇതാണ് മുഫ്രദ് മുതകല്ലിം. തൽഅബീന, തൽഅബാനി, തൽഅബ്ന, അൽഅബു. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം വഖഫിൻ്റെ അടയാളങ്ങൾ എഴുതാം എന്നതാണ്. അൽ വഖഫു ഔല, അതിൻ്റെ അടയാളമാണ് ഖില. വഖഫ് ജായിസ്, അതിൻ്റെ അടയാളമാണ് ജീം. വഖഫ് മുത്ലഖ്, അതിൻ്റെ അടയാളമാണ് ത്വാ. അൽ വസ്ലു ഔല, അതിൻ്റെ അടയാളമാണ് സ്വില. വഖഫ് മുജവ്വസ്, അതിൻ്റെ അടയാളമാണ് സായ്. ലാ തഖിഫ്, അതിൻ്റെ അടയാളമാണ് ലാ. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം നുജീബു, ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, ഖറജു, കാനു, സഅലു, അയ്യു അഫ്ആലിൻ ഹാദിഹി. ഇവിടെ നൽകിയ ഖറജു, കാനു, സഅലു എന്നിവ ഏത് ഫിഅലുകളാണ്? ഉത്തരം കുല്ലുഹ അഫ്ആലുൻ മാദിയത്തുൻ ലിൽ ജംഇൽ മുദക്കരി, മാദിയിൽപ്പെട്ട ജംഅ് മുദക്കറിൻ്റെ ഫീലുകളാണ്. ചോദ്യം 2, തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം 4 തവണ ചൊല്ലേണ്ടുന്ന ദിക്ർ ഏത്? ഉത്തരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം നുറത്തിബു, ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. ഇവിടെ ഡിസോർഡറിലായി നൽകിയ പദങ്ങളെ
അത് ഓർഡറിലാക്കിയ വാചകമായി പൂർത്തിയാക്കണം. നമുക്കതിൻ്റെ ശരിയായ ഭാഗം നോക്കാം. അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. ചോദ്യം 2. കതബുതി കതബുതുമ കതബുതുന്ന കതബുതു കതബുന. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം നുസരിഫു നമുക്ക് സർഫാക്കാം എന്നതാണ്. യുഅല്ലിമു യുഅല്ലിമാനി യുഅല്ലിമൂന തുഅല്ലിമു തുഅല്ലിമാനി യുഅല്ലിംന തുഅല്ലിമു തുഅല്ലിമാനി തുഅല്ലിമൂന തുഅല്ലിമീന തുഅല്ലിമാനി തുഅല്ലിംന. ചോദ്യത്തിൻ്റെ 8ാമത്തെ ഭാഗം നുബയ്യിനു വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസഹഫിൻ്റെ കൂടെ അയക്കപ്പെട്ട ഇമാം ആരാണ്? ഉത്തരം അബൂ അബ്ദുറഹ്മാനിസ്സലമി. അബൂ അബ്ദുറഹ്മാനിസ്സലമി. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു? ഉത്തരം സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻ. സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻ. ചോദ്യം 3. മാദാ കാന ഇസ്മുൽ മദീനത്തി ഖബ്ലൽ ഹിജ്റ. ഹിജ്റക്ക് മുമ്പ് മദീനയുടെ പേര് എന്താണ്? ഉത്തരം യസ്രിബ്. ഉത്തരം യസ്രിബ്. ചോദ്യത്തിൻ്റെ 9ാമത്തെ ഭാഗം നുഅർരിബു അറബിയാക്കാം എന്നതാണ്. ഇവിടെ മലയാളത്തിൽ നൽകിയ വാചകത്തിന് അറബി എഴുതണം. ചോദ്യം 1. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക. ഇതിൻ്റെ അറബിയാണ് വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു. ഇതിൻ്റെ അറബിയാണ് അശൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന. ചോദ്യത്തിൻ്റെ 10ാമത്തെ ഭാഗം നുകമ്മിലു പൂരിപ്പിക്കാം എന്നതാണ്. വല്ലുഹ മുതൽ നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ചോദ്യം 2. അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമു ഇലൽ മദീനത്തി. ചോദ്യത്തിൻ്റെ 11ാമത്തെ ഭാഗം നക്തുബുൽ മഅന അർത്ഥം എഴുതുക എന്നതാണ്. അയ്ഖല ഉണർത്തി. അയ്ഖല ഉണർത്തി. മുസ്തമിഉൻ ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ. മുസ്തമിഉൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.